ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അന്ന് വിഷ്ണു ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് വേറൊരു പെൺകുട്ടിയായിരുന്നല്ലോ. എനിക്ക് ഉറപ്പുണ്ടെന്നേ. അന്ന് അവൻ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഈ ശാലിനിയല്ല. അപ്പൊ പിന്നെ അവന്റെ കൂടെ അവിടെ വന്ന പെണ്ണാരാ? ചായ. മോളിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല. ലീവാ? ലീവ് എടുത്തിട്ടൊന്നുമില്ല. ഒരു സുഖമില്ല, ഒരസ്വസ്ഥതയും വീർപ്പുമുട്ടലും. ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ ഇവിടെ പലതും സംഭവിച്ചെന്നറിഞ്ഞു. ആരൊക്കെയോ വന്നെന്നോ എന്തൊക്കെയോ പറഞ്ഞെന്നോ. മോളെ, നീ വിശ്വസിക്കുന്നുണ്ടോ വിഷ്ണു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്? എനിക്കറിയില്ലമ്മേ, എന്താ വിശ്വസിക്കേണ്ടത്, എന്തൊക്കെയാ വിശ്വസിക്കേണ്ടാത്തതെന്ന്. അങ്ങനെ യാതൊരു മുൻവിധികളും എനിക്കിപ്പോ ഇല്ല. കാരണം എനിക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം പറയുന്നത് കള്ളങ്ങളാ. അമ്മയ്ക്കറിയോ വിഷ്ണുവേട്ടൻ പറഞ്ഞത് മധുരയ്ക്ക് പോയിട്ടില്ലാന്ന്? ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് മധുരയിലെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ വെച്ച് വിഷ്ണുവേട്ടനെയും ഭാര്യയും കൂടി കണ്ടുവന്ന്. അതിന്റെ അർത്ഥം എന്താ? വിഷ്ണുവേട്ടനെയും ആ പെണ്ണിനെയും അവരവിടെ വെച്ച് കാണുകയും അവരുടെ പെരുമാറ്റം കണ്ട് ഭാര്യയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ ഇടപഴകിയാലല്ലേ അമ്മേ മറ്റുള്ളവർക്ക് കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ. അങ്ങനെ ഇടപഴകുന്ന പെൺകുട്ടി ആരായിരിക്കും? രേഷ്മയെടുത്ത് ഞാൻ പോയി ചോദിച്ചു. പക്ഷെ അവൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത്. മാത്രമല്ല, സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാൻ. ആ, അവള് പറഞ്ഞ ശരിയല്ലേ. സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കണം. അതാണ് അതിന്റെ ശരി. അവിടെ പോയി ഇവരെ കുറിച്ച് എന്ത് അന്വേഷിക്കുമെന്ന് അമ്മ പറയുന്നത്? പരിചയമില്ലാത്ത നഗരമൊന്നും അല്ലല്ലോ. അവിടെ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ആണ് ഇവരെ കുറിച്ച് തിരക്കാൻ വിടുന്നെങ്കിലോ? അങ്ങനെ ആരെങ്കിലും നിനക്കറിയോ? മധുരയിലും ഇവിടെയായിട്ട് കഴിയുന്ന ആരെങ്കിലും? അവിടെ ഹോസ്പിറ്റൽ ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന ഒരാളുണ്ടമ്മേ. ഞാനൊരു അനിയനെ പോലെ കാണുന്നൊരു പയ്യനാ. MBBS സ്റ്റുഡന്റ്, പേര് പ്രകാശ് എന്നാ. അവൻ ഇടയ്ക്കിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാറുള്ളതാ. ഒരിക്കൽ അവിടെ വെച്ച് വിഷ്ണുവിനെ കണ്ടുവെന്നും വിളിച്ച് പറഞ്ഞത്. എന്നിട്ടാണോ ഇപ്പൊ തന്നെ ആ ഫോണിൽ വിളിച്ചിട്ട് അവനോട് കാര്യം പറയേ? എന്താ എടി? റിങ് ചെയ്യുന്നുണ്ട്. ആ ചേച്ചി, നീ ഇപ്പൊ എവിടെയാ? ആ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ചെറിയൊരു പർച്ചേസിങ്. നീ ഇവിടെ നാട്ടിലുണ്ടോ? ആ, ഉണ്ടല്ലോ. എങ്കിൽ എനിക്ക് വേണ്ടി നിനക്കൊന്ന് മധുര വരെ പോവാമോ? ഒരു വിവരം തിരക്കാനാ. ആ, നിനക്കാവുമ്പോ അവിടെ അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ടല്ലോ. അതിനെന്താ ചേച്ചി, പോവാലോ. എങ്കിൽ നീ ഇവിടം വരെ ഒന്ന് വാ, എന്റെ വീട്ടിലേക്ക്. എന്നിട്ട് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ആ ശരി ചേച്ചി.